അതിൽ 2-3 പോർച്ചുഗൽ പിറകിൽ നിൽക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൽ 91ാമത്തെ മിനിറ്റിലാണ് വാസ്തവത്തിൽ ആ ഫ്രീ കിക്ക് പോർച്ചുഗലിന് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് ആ ഗോളിന്റെ ഒരു പ്രസക്തി. മെസ്സി ഒരു ഗോൾ എങ്ങനെയെങ്കിലും അടിക്കണമെന്ന് ആരാധകർ മാത്രമല്ല കമന്ററി ബോക്സും പ്രാർത്ഥിക്കുക. അല്ല നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം റൊണാൾഡോയെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് നൈജീരിയക്കെതിരെ ഗോൾ വരുന്നത്. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ വിളിക്കുന്ന സമയം. പൂക്കളെ ചതച്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല ഈ മഞ്ഞപ്പൂവുകൾ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് യെല്ലോ ബ്ലൂംസ് ഇൻ കൊച്ചി വൺസ് അഗൈൻ. ഇറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു കളിക്കാരന് ഒരു അവതരണമില്ല. പകരക്കാരനായി കളിക്കളത്തിലേക്ക് വന്ന് 1 മിനിറ്റ് തികയും മുമ്പ് ഫാസ്റ്റ് ടച്ച് ജോർഡൻ മുറെ, തിങ്കരി തിങ്കാലെ ജോർഡൻ മുറെ. ഫസ്റ്റ് ഹാഫിന്റെ ഒരു 6ാമത്തെ 7ാമത്തെ 8ാമത്തെ മിനിറ്റ് ഒരു ഗോൾ അടിക്കുക. ആ ഗോള്, ആ ലീഡ് തൂങ്ങി കിടന്ന് ആ കളിയിൽ 3 പോയിന്റ് അടിക്കുക. ഇതിന് ശരിക്കും നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ ഞാൻ ഒരുപാട് ശരിയാണോന്ന് അറിയില്ല, നമ്മൾ സാധാരണ പറയാറുണ്ട് കളിയുടെ സ്കോറത്തിനായി 1-0 അവര്. അപ്പൊ നമ്മൾ നന്നായിട്ട് കളിച്ചു, പക്ഷെ അവര് ലീഡ് വിട്ടു തരുന്നില്ല, അടിക്കാൻ സമ്മതിക്കുന്നില്ല. മാതിരി ചട്ടിച്ചില് പിള്ളേര്. എന്റെ പോലെ തിരിയാൻ പറ്റില്ല. അതെ, അല്ല കറക്റ്റല്ലേ? ഞാൻ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ആ ചട്ടിച്ചില്ലി പ്രയോഗം കേട്ടിരിക്കുന്നത്.